നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഹെന്ന ഡിസൈനിങ് ക്ലാസ്സിൽ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഒരു ബ്രൈഡൽ ഡിസൈൻ എങ്ങനെ ഫോം ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ പ്രാക്ടീസ് ബുക്കിൽ ഞാനിപ്പോൾ ഒരു ഹാൻഡ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് A4 സൈസുള്ള ബുക്കാണ്, അതുകൊണ്ട് നമ്മൾ ചെറിയ ഹാൻഡ് വെച്ചിട്ടാണ് വരച്ചിട്ടുള്ളത്. ഇനി A3 സൈസിനാണെങ്കിൽ നമ്മുടെ ഈ വലിയ ഹാൻഡ് ഉപയോഗിക്കാം. ഇങ്ങനെ 2 സൈസ് ഹാൻഡും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്, വേണ്ടവർക്ക് DM ചെയ്യാം കേട്ടോ. ആദ്യം നമ്മളൊരു സ്റ്റാർട്ടപ്പ് ഡിസൈൻ വെച്ചിട്ടാണ് ബ്രൈഡൽ ഹെന്ന സ്റ്റാർട്ട് ചെയ്യുക. ഈ സ്റ്റാർട്ടപ്പിന് അധികം ഫ്ലോറൽ കട്ട് വർക്ക് ഡിസൈൻസ് ഒക്കെയാണ് യൂസ് ചെയ്യൽ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലൈനും ഹമ്പൊക്കെ വരച്ചിട്ടൊരു ചെറിയൊരു ബോർഡർ ഡിസൈൻ കൊടുക്കും. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ബ്രൈഡൽ ഡിസൈൻ ഫോർമേഷനാണ് ഞാനിപ്പോൾ പറയുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുന്നത്. ഇനി ഞാൻ ചെയ്തിട്ടുള്ളത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടൊരു ലൈൻ വരച്ചു. എന്നിട്ട് വേണേൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ഒരു ഫില്ലിങ്ങോ ഗ്രിഡോ കൊടുക്കാം. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഇതിനെ 3 പാർട്ടാക്കി. എന്നിട്ട് ഉള്ളിലത്തെ പാർട്ടിൽ നമ്മൾ ഒരു ഗ്രിഡ്, ഏതെങ്കിലും ഒരു ഗ്രിഡ് ഡിസൈൻ കൊടുക്കണം. എന്നിട്ട് പുറത്തെ 2 പോർഷനിലോ ഒരു ഫില്ലിങ് കൊടുക്കുക. ഒരു സ്ഥലത്ത് ഗ്രിഡ് കൊടുത്താൽ പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ ഗ്രിഡ് കൊടുത്താൽ ഒരു ഭംഗി ഉണ്ടാവില്ല, ഫില്ലിങ് കൊടുക്കണം. ഇനി നമ്മൾ ഉള്ളിൽ ഫില്ലിങ്ങാണ് കൊടുക്കുന്നതെങ്കിൽ പുറത്ത് 2 ഗ്രിഡ് കൊടുക്കണം. അങ്ങനെ ചെയ്യണം. എന്നിട്ട് പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു ബോർഡർ ഡിസൈൻ കൊടുക്കും. ഇത് എല്ലാ ബോർഡറും ഒരേ ബോർഡർ ആവണമെന്നില്ല, നമുക്ക് വേറെ വേറെ ബോർഡർ ഡിസൈൻ കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഗ്രിഡിനും ഫില്ലിങ്ങിനും വേർതിരിക്കുന്നിടത്തും ബോർഡർ ഡിസൈൻ കൊടുക്കാൻ മറക്കരുത്. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻസ് വരുമ്പോഴാണ് മെഹന്തി ഡിസൈൻ എപ്പോഴും ഭംഗി ഉണ്ടാവുക. ഇനി ഞാൻ ചെയ്യുന്നത് കുറച്ചും കൂടി ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളൊരു ലൈൻ കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കട്ട് വർക്ക് ഡിസൈൻ കൊടുക്കാം. ഇതിന് പകരം നെഗറ്റീവ് ഫില്ലിങ് ഫുള്ളായിട്ട് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു പാറ്റേൺ തന്നെയാണ് വരുന്നത്. ആദ്യം നമുക്കൊരു ബോർഡർ കൊടുക്കാം, പിന്നെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് അല്ലെങ്കിൽ ഗ്രിഡ് കൊടുക്കാം, പിന്നെ അതിൻ്റെ പുറകിലായിട്ട് ഒരു ബോർഡർ കൊടുക്കാം. കൈയിൻ്റെ ഉൾഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് പല ഡിസൈനിലും കൊടുക്കാം. ഇങ്ങനെ ചെരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കട്ട് വർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഡിസൈൻ കാണുമല്ലോ, അങ്ങനെയൊക്കെ കൊടുക്കാം. ഞാൻ കാണിക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ഉള്ളിൽ നമ്മളൊരു മാണ്ടല കൊടുക്കുക, എന്നിട്ട് അതിനൊരു ബോർഡർ ഡിസൈൻ കൊടുത്തിട്ട് പിന്നെ മൊത്തത്തിൽ ബാക്കിയുള്ള പോർഷൻ എല്ലാം ഫില്ലിങ് കൊടുത്തിട്ട് ഫില്ല് ചെയ്യുക. ഇനി ഫിംഗേഴ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഇത്രയും നേരം ചെയ്ത കാര്യം തന്നെ ഒന്ന് ഫോളോ ചെയ്താൽ മതി. അതായത് ഒരു ഡിസൈൻ, ഫില്ലിങ്ങോ ഗ്രിഡോ, പിന്നെ ഒരു ബോർഡർ ഡിസൈൻ, പിന്നെ ഫില്ലിങ് ഗ്രിഡ്, അങ്ങനെ ചെയ്താൽ മതി. ആദ്യം നമ്മളൊരു ബോർഡർ വരച്ചു, എന്നിട്ട് പിന്നെ ഒരു പോർഷൻ അതിൽ നമ്മൾ ഫില്ലിങ് കൊടുത്തു, പിന്നെ ഒരു ബോർഡർ വരച്ചു, എന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഡാർക്കൻ ചെയ്ത് കൊടുക്കുക. ഇനി ബോർഡർ വരയ്ക്കുക, പിന്നെ ഒരു പോർഷനിൽ നമ്മൾ ഗ്രിഡ് കൊടുക്കാം, പിന്നെ അത് ബോർഡർ കൊടുക്കാം, എന്നിട്ട് പിന്നെയും ഫില്ലിങ് കൊടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഫിംഗർ ഡിസൈനും കിട്ടും. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു റെഫറൻസ് പിക്കിൻ്റെ ആവശ്യമില്ലാതെ നിങ്ങൾക്ക് തന്നെ സ്വയം ബ്രൈഡൽ ഹെന്ന ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി ഇതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാമെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.